കൊല്ലം മുഖത്തലയിലുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചു. മുഖത്തല അൻസാരിമുക്കിൽ 12 മണിയോടെ കൂടിയായിരുന്നു അപകടം നടന്നത്. കാവനാട് ചന്ദ്രികാ ഭവനിൽ 55 വയസ്സുള്ള ദയാനദിയാണ് മരണപ്പെട്ടത്. കൊല്ലം മുഖത്തല അൻസാരിമുക്കിൽ കാവനാട് ചന്ദ്രികാ ഭവനിൽ 55 വയസ്സുള്ള ദയാനദി തന്റെ വസ്തുവിൽ രാവിലെ ജോലി ചെയ്യുകയും പുല്ല് വൃത്തിയാക്കിയ ശേഷം തീയിടുകയുമായിരുന്നു. എന്നാൽ കാറ്റിൽ തീ ആളിപ്പടരുകയും ചെയ്തതോടെ ഇയാൾ തന്നെ സമീപത്തെ വീടുകളിൽ നിന്ന് വെള്ളം ശേഖരിച്ച് തീ അണയ്ക്കാൻ ശ്രമിച്ചു. എന്നാൽ തീ നിയന്ത്രണ വിധേയമായില്ല. തുടർന്ന് ഫയർഫോഴ്സിനെ ഇയാൾ തന്നെയാണ് വിവരമറിയിച്ചത്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണച്ചപ്പോഴാണ് ഇയാളുടെ മൃതശരീരവും കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഈ പ്രദേശത്ത് ഈ വസ്തു വീട്ടിൽ മേടിക്കുന്നത്. ഇത് വാടകയ്ക്ക് കൊടുത്തിരുന്നതാണ്. ഇവിടെ കരിയിലേക്ക് പടർന്നു കിടന്നപ്പോൾ ഇദ്ദേഹം ഇന്ന് വൃത്തിയാക്കാനായിട്ട് അവധി ആയതുകൊണ്ട് പുള്ളി വൃത്തിയാക്കാനായിട്ട് വന്നതാണ്. വൃത്തിയാക്കുന്ന കൂട്ടത്തിലാണ് ഇങ്ങനെ തീ പടർന്ന് പിടിച്ചത്. തുറന്നപ്പോൾ ആദ്യത്തെ പുരടത്തിലേക്കൊക്കെ പിടിച്ചപ്പോൾ തൊട്ടയിലത്തെ പുരടക്കാരൻ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ഇച്ചിരി അണയ്ക്കാൻ പറഞ്ഞു. പക്ഷേ അന്നേരം ഈ അപകടം മരണം നടക്കുന്നതൊന്നും പുള്ളി അറിയുന്നില്ല, ഈ വേറെ ആരും അറിയുന്നില്ല. ഇദ്ദേഹം തന്നെ തീ അയലത്തെ പുരയിടത്തിലോട്ട് പടർന്നപ്പോൾ പുള്ളി തന്നെയാണ് ഫയർഫോഴ്സിനെ വിളിച്ച് ഇത് അറിയിച്ചത്. പക്ഷേ അവർ വരുന്നതിന് തന്നെ പുള്ളി മേലത്തെ പുരയിടത്തിലോട്ട് കയറിയപ്പം മറിഞ്ഞു വീണതാണോ അതോ പോസ്റ്റ് മറിഞ്ഞു വീണെന്ന് അറിയാൻ കഴിയത്തില്ല. എന്തായാലും മറിഞ്ഞു വീണു. പറഞ്ഞപ്പോൾ പുള്ളി ആളി കത്തി പുള്ളി മരിച്ചു. അമിതമായി പുക ശ്വസിച്ചത് കൊണ്ടോ തീയിലേക്ക് വീണുപോയതോ ആകാം മരണകാരണമെന്നാണ് പോലീസ് പറയുന്നത്. മൃതശരീരം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കൊല്ലം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. MLA PC വിഷ്ണുനാഥ് അടക്കമുള്ള സാമൂഹിക പ്രവർത്തകർ സ്ഥലം സന്ദർശിച്ചു. കൊട്ടിയം പോലീസിന്റെ നേതൃത്വത്തിൽ മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.